ഞാനിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പം നമ്മളിന്ന് തിരൂര് വരുന്ന പോവാണ്. അപ്പൊ മുടിയൊക്കെ ജീവി നമുക്ക് എന്നും ഒരുപോലെയല്ലേ കെട്ടുന്നത്. അപ്പൊ ഇന്ന് വേറൊരു മോഡല് കെട്ടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചെയ്ത് വരുമ്പോ അങ്ങനൊന്നും വരില്ല. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ മുടി എടുത്തിരിക്കുന്നത്. അതെനിക്ക് ഒട്ടും ചേരില്ലാന്ന് തോന്നിയപ്പോ മുടിയുടെ ചിക്കൊക്കെ കളഞ്ഞ് രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കെട്ടാൻ വിചാരിച്ചു. ഇനിയുള്ള ടാസ്കിൽ എനിക്കൊരു ഒപ്പീനിയൻ തന്നത് ഏട്ടനാണ് കേട്ടോ. ഏട്ടനോട് ചോദിച്ചപ്പോ ഏട്ടൻ പറഞ്ഞു, ഫാൻസി കമ്മലേക്കാൾ നിനക്ക് ചേരുന്നത് ഗോൾഡ് കമ്മലാണ്, അപ്പൊ നീ ഗോൾഡ് ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേട്ടനൊരു ഉമ്മയും കൊടുത്ത് പിന്നെയുള്ള ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ വിചാരിച്ചു. അപ്പൊ കമ്മലൊക്കെ ഇട്ട് കണ്ണാടിയിൽ രണ്ട് സൈഡിലും തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. എനിക്ക് ഐലൈനറൊക്കെ ഇടുന്നതിന് മുമ്പേ കൺമഷി വെച്ച് കണ്ണെഴുതണം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ണെഴുതാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഓവർ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഐലൈനർ ഇട്ട് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ബ്ലെൻഡ് ആയ പോലെ തോന്നും കേട്ടോ. അങ്ങനെ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് എനിക്ക് ഈ ബ്ലാക്ക് പൊട്ട് തൊടുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കളർ പൊട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പൊതുവേ ഞാൻ രണ്ട് സൈഡാണ് ഷോൾ ഇടാറ്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വൺ സൈഡ് ഷോളൊക്കെ ഇട്ട് അപ്പൊ പിന്നൊക്കെ തപ്പി നടന്ന് പിന്നെ ആവശ്യത്തിന് നോക്കി പിന്നെ കാണുകയില്ല. അപ്പൊ പിന്നൊക്കെ തപ്പിടുന്ന പിന്നൊക്കെ കിട്ടി ഷോളൊക്കെ കുത്തി പിന്നെ രണ്ട് ഫോട്ടോ റീലൊക്കെ എടുത്ത് വെച്ച് ദൂരത്തോട്ട് പോവാണല്ലോ. അപ്പൊ പിന്നെ എന്തായാലും താലി സിന്ദൂർ ഇട്ട് പോയാൽ മതി എന്ന് ഏട്ടന്റെ അറിയിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മള് താലി സിന്ദൂരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. പിന്നെ നമ്മൾ ഒട്ടും തന്നെ വൈകിക്കാതെ ഏട്ടൻ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ടൂ വീലറിലാണ് കേട്ടോ. ടൂ വീലറിലാകുമ്പോ നമുക്ക് പെട്ടെന്ന് എത്താം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ഏട്ടന് ഹെൽമെറ്റ് ഒക്കെ ഊരി കൊടുത്ത് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ കൊയിലാണ്ടിന്ന് തിരൂരേക്ക് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് നമ്മൾ അപ്പുറം കടന്ന് വേണം കേട്ടോ പോവാൻ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്തു. കണ്ണൂരേക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രെയിനിൽ നമ്മൾ ഒരാളെയും കൂടി കാത്തിരിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി. പക്ഷേ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു. കോഴിക്കോട് എത്തിയപ്പോഴാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. എനിക്കിന്ന് സൈഡ് സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പൊ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ബോറടിച്ചപ്പോ പാട്ടൊക്കെ കേട്ട് രണ്ട് റീലൊക്കെ എടുത്ത് അപ്പൊ ഞാൻ തിരൂര് എത്താറായപ്പോ സീറ്റ് വേറൊരാൾക്ക് കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കാന്ന് പറയുമ്പോ നല്ലൊരു സുഖാട്ടോ. എന്തോ ചില ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ അതൊക്കെ വിടും. അപ്പൊ നമ്മള് സ്ഥലം എത്താറായി. അപ്പൊ ഞാൻ ഇറങ്ങാൻ നോക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ട്രെയിനിൽ ഒരാൾ കൂടി ഉണ്ടെന്ന്. അപ്പൊ തിരൂര് എത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ കണ്ടുമുട്ടിയത്. എന്താ വെച്ചാല് ട്രെയിനിൽ ഒരുപാട് തിരക്കായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബോഗിയിലൊക്കെയാണ് കേട്ടോ കയറിയത്. അവിടെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവരുടെ ചാറ്റൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോയ്ക്കാണ് കേട്ടോ. നെസ്റ്റോയിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഡ്രീം കേക്ക് മേടിച്ചു.